ഒരാൾ ബിസിനസ്സിൽ സക്സസ് ആകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? കഴിവുള്ളവർ എല്ലാം ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് കഴിവുള്ളവർ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര സിസ്റ്റം ബിൽഡ് ചെയ്താലും, എത്ര പ്രോപ്പറായിട്ട് കാര്യങ്ങളെ പഠിച്ച് ചെയ്താലും, നമുക്കറിയാത്ത ഏതോ ഒരു ഫാക്ടറുണ്ട് ബിസിനസ്സിൽ വളരുന്നതിനും ഉയർച്ച പ്രാപിക്കുന്നതിനൊക്കെ പിന്നിൽ. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങളുടെ ബിസിനസ് വളരാതിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗോഡ്സ് ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങൾ അതിനെ തിരിച്ചറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്: നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ പിടിയിൽ ഒതുങ്ങാത്ത ഒരു സമയം വരും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ വരും. ഉദാഹരണത്തിന്, എല്ലാ സ്റ്റഡീസും നടത്തി എല്ലാ സിസ്റ്റവും പ്രോപ്പറാക്കി വെൽ എക്സിക്യൂട്ട് ചെയ്ത് ട്രാവൽ ഏജൻസി വന്ന പല ആളുകളും കൊറോണ വന്നപ്പോൾ പൂട്ടിപ്പോയി. കാരണം അത് അവരുടെ പിടിയിൽ നിൽക്കുന്ന കാര്യമല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് കുറച്ച് സ്ഥലം വാങ്ങി കൃഷി ഇറക്കി, കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രോപ്പിന് പ്രോപ്പറായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ചേഞ്ചസ് അനുസരിച്ച് വില കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ എത്ര പ്ലാൻ ചെയ്താലും, നിങ്ങൾ എത്ര നല്ലപോലെ ഇതിനെ പരിപാലിച്ചാലും നിങ്ങൾ കടത്തിപ്പോകും. ഇപ്പോൾ നിങ്ങളുടെ എൻ്റെ ലൈഫിൽ ഈ ബിസിനസ്സിനൊരു കാലാവസ്ഥ ഉണ്ടെന്ന് തിരിച്ചറിയുക. ആ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ബിസിനസ്സിൽ വിതയ്ക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ വലയിറക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വളരുന്നത്. ഈ കാലാവസ്ഥ നിങ്ങളുടെ എൻ്റെ കയ്യിലുള്ളതല്ല. ഈ ക്ലൈമറ്റ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ദൈവത്തിലേക്കൂടെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുക. നിങ്ങൾ ഈ തകർന്നിരിക്കുന്ന ബിസിനസ്സിൽ നിന്നും നിങ്ങളുടെ ബിസിനസ്സിനെ സക്സസ്സിലേക്ക് എത്തിക്കാൻ ദൈവത്തിന് കഴിയും. ബിക്കോസ് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് ദൈവമാണ്. സോ നിങ്ങളുടെ ബിസിനസ് പ്രോസ്പർ ആകട്ടെ, അത് വലിയ ഉയരങ്ങളിലേക്ക് ചെല്ലട്ടെ. ഗോഡ് ബ്ലസ് യു.